ഇസ്ലാം മതത്തിൽ ജനിച്ച് വളർന്ന ഞാനും എൻ്റെ കുടുംബവും യേശു ക്രിസ്തുവിൽ ജീവിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്ത് നേടി എന്ന ചോദ്യം. ഏകരക്ഷകനെ അറിയുക എന്ന് തന്നെ വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കരുതുന്നു. നഷ്ടപ്പെട്ടത് പലതുമുണ്ട്, എന്നാൽ നേട്ടം അതിലേറെയാണ്. 25 വർഷമായി തൊടിയും വീടുമില്ലാതെ ജനിപ്പിച്ച ഉമ്മയും ഉപ്പയും കൂടപ്പിറപ്പുകളും അതുപോലെ തന്നെ ജനിച്ച മണ്ണും അങ്ങനെ സകലതും നഷ്ടപ്പെട്ടപ്പോഴും ഇന്നും ഞെരുക്കങ്ങളിലും പ്രയാസങ്ങളിലും പീഡകളിലും കഴിയുമ്പോഴും ഒരു വല്ലാത്ത ഒരു സ്വർഗീയ ആനന്ദത്തിൽ, ഒരു സ്വർഗീയ സന്തോഷത്തിൽ ജീവിക്കുക എന്ന് തന്നെ വലിയൊരു നേട്ടമായി ഞങ്ങൾ കാണുന്നു. ജീവിക്കുന്ന ദൈവത്തെ കാണാനും അനുഭവിക്കുവാനും ദൈവത്തിന്റെ കൂടെ നടക്കാനും ആ ദൈവത്തെ സ്വന്തമാക്കാനും എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിഞ്ഞത് ഞങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണ്. ഒന്ന് വിളിച്ചാൽ വെളിപ്പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവത്തിന്റെ കൂടെ ജീവിക്കുക എന്നത് വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഒന്ന് വിളിച്ചാൽ നമ്മോടൊപ്പം ഇറങ്ങി വരുന്ന, നമ്മോടൊപ്പം വസിക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം ഏത് മതത്തിലാണ് ഉള്ളത്? പ്രിയപ്പെട്ടവരെ, ഞാൻ 25 വർഷം മുമ്പ് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങള്, ഞാൻ ചെയ്തു കൂട്ടിയ അക്രമങ്ങള്, ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾ, ആ ഒരു തിന്മയിലും പാപത്തിലും അക്രമത്തിലും എൻ്റെ മനസ്സ് വല്ലാതെ ഞെരിപുരി കൊണ്ടിട്ടുണ്ട്. എനിക്കൊരു സമാധാനം കിട്ടാൻ ഞാൻ പലപ്പോഴും അലഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ യേശു ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ എൻ്റെ നിരവധി പാപങ്ങൾ വിശുദ്ധ കുംഭസാരം എന്ന കുദാശയിലൂടെ അവിടുന്ന് ക്ഷമിക്കുന്നു. ഇങ്ങനെ ക്ഷമയുടെ ഒരു ചേർത്ത് പിടിക്കലിന്റെ ഒരു ദൈവം, ആ ദൈവത്തെ ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിന് വേണ്ടി കുരിശിൽ കിടന്ന് പിടയുമ്പോൾ തന്നെ ക്രൂശിച്ചവരെ നോക്കിയിട്ട് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു ദൈവം, ആ ദൈവം ഇന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും നോക്കി പ്രാർത്ഥിക്കുന്നു എന്നത് തന്നെ വലിയൊരു നേട്ടമല്ലേ? ഇങ്ങനെ തന്നെ ക്രൂശിച്ചവരെ നോക്കിയിട്ട് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവം ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിലുണ്ടോ? നമുക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ട്, എന്നാൽ നേടാൻ അതിലേറെയുണ്ടെന്ന് എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമാണ്. എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമാണ്. ഓരോ രക്തത്തുള്ളിയും ഒലിച്ചിറക്കുമ്പോഴും ആ രക്തം ഇന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടുതൽ വിശുദ്ധീകരിക്കുന്നു. ഒരു ദൈവം, അത് സ്വർഗത്തിൽ വാഴേണ്ടുന്ന ഒരു ദൈവം, നേരെ ഭൂമിയിലേക്ക് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു കഷ്ണം അപ്പം എടുത്തിട്ട് ഇതെന്റെ ശരീരമാണെന്നും ഒരു തുള്ളി വീഞ്ഞെടുത്തിട്ട് ഇതെന്റെ രക്തമാണെന്നും ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഇന്നും എനിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഒരു കഷ്ണം അപ്പത്തിനെ പോലെ മുറിയപ്പെടുന്ന ഒരു ദൈവം, ഇങ്ങനെ ഒരു ദൈവം, തന്റെ ജനത്തിന് വേണ്ടി മുറിയപ്പെടുന്ന ഒരു ദൈവം വേറെ ഏത് മതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും? ആ ദൈവം എനിക്ക് വേണ്ടി മുറിയപ്പെടുന്നത് കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങൾ തീർത്തും ചേഞ്ചായിട്ട് പുതിയൊരു റേഞ്ചിൽ ജീവിക്കുകയാണ്. ഒരു ഭയവും ഒരു പീഡകളും ഞങ്ങളെ അലട്ടുന്നില്ല. കാരണം ഞങ്ങൾക്കറിയാം,
ഞങ്ങളോടൊപ്പമുള്ളത് ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നത് ആ ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എന്നെ പോലെ പാപികളെ തേടി വന്നവനാണ്. രക്തസ്രാവ സ്ത്രീയെയും കുഷ്ഠരോഗിയെയും പാപികളെയും ചുങ്കക്കാരനെയും തേടി വന്നവനാണ് എൻ്റെ ദൈവം. ആ ദൈവത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ സ്ഥാനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിലിപ്പോസ് നാഥാനയോട് പറഞ്ഞു, വന്ന് കാണുക. ഞാൻ എല്ലാ മുസ്ലിം സഹോദരന്മാരോടും അപേക്ഷിക്കുന്നു, നിങ്ങളും വന്ന് കാണുക. ആ ഏകരക്ഷയെ സ്വന്തമാക്കുക. ഞാനും കുടുംബവും രക്ഷപ്പെടുന്നത് പോലെ നിങ്ങളും ഏകരക്ഷയിലേക്ക് കടന്നു വരിക. ആമേൻ.